ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. നമ്മൾ കുറച്ച് സാധനങ്ങൾ അപ്ഗ്രേഡേഷന് വേണ്ടി മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് പാർട്സുകൾ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാർട്സുകളെ കുറിച്ച് അറിയാനും പറ്റും, RC കാറിൻ്റെ പാർട്സുകളെ കുറിച്ച് അറിയാനും പറ്റും. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുള്ളത് നമുക്ക് ഒന്ന് ഫുള്ള് കൊട്ടിയിടാം. ഇല്ലേ ഇത്രയും സാധനങ്ങളാണ് വന്നേക്കുന്നത്. മോൻ കാണണ്ട കുഴപ്പമില്ല. എൻ്റെ മറിയുമാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ മറിയാണ് വീഡിയോസ് എടുക്കുന്നത്. വേറെ ആരും ഇല്ല, അതുകൊണ്ടാണ് നമുക്കിന്ന് പാർട്സിനെ പരിചയപ്പെടാം. ഞാൻ എല്ലാ പാർട്സും ഇവിടെ നിരത്തിയിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നത് സൈക്കിളാണ്. കുഞ്ഞു സൈക്കിളാണ്, നമ്മൾ ഡിഫൻഡറിലൊക്കെ വെക്കണ സൈക്കിളാണ്. ഓക്കെ, ഇത് നമ്മുടെ നേരത്തെ ഉള്ള ഈ സൈക്കിളിൻ്റെ സെയിം സൈക്കിളാണിത്. ഇതിൻ്റെ സീറ്റൊക്കെ പോയി തോന്നുന്നു. ഇത് പിള്ളേർ കുറച്ചിട്ടുണ്ടാവും. അതേപോലത്തെ സൈക്കിളാണ്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം അങ്ങനെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി അടുത്തതുള്ളത് നമ്മുടെ നെറ്റാണ്. വണ്ടിയുടെ കാരിയറിൻ്റെ മുകളിൽ വരുന്ന നെറ്റാണ്. ഓക്കെ, ഈ നെറ്റ് ശരിക്കും നമ്മൾ റബ്ബർ പോലെ വലിയ ടൈപ്പ് നെറ്റാണ്. അപ്പോൾ ഇത് മറ്റേ അതിന് പറയാം. ഈ നെറ്റ് ഇടുന്നത് നമ്മൾ ഈ ബോക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് ബോക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോക്സൊക്കെ ഇല്ലേ, അത് നമ്മൾ ഈ വണ്ടിയുടെ മേളിൽ മോഡിഫിക്കേഷന് വേണ്ടി മാത്രം ചെയ്യുന്ന സെറ്റപ്പാണ്. ശരിക്കും ഒറിജിനൽ വണ്ടി വന്ന ലുക്കൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ബോക്സ് കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പോൾ അത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ഡ്രമ്മാണ് കേട്ടോ. ഒരു ഡ്രമ്മാണ്, ശരിക്കുള്ളൊരു ഡ്രമ്മാണ്. ഇത് പ്ലാസ്റ്റിക് തന്നെയാണ്, പക്ഷെ നല്ല കട്ടിയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് തന്നെ ലൈറ്റ് വെയിറ്റ് സാധനമാണ്, അധികം വെയിറ്റ് ഇല്ല. ഇത് ഫ്ലാഗാണ്. ഇത് നമ്മൾ വണ്ടിയിൽ ഇതുപോലെ ഫിറ്റ് ചെയ്യുന്ന ഫ്ലാഗാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി വെക്കാം. അതുകൊണ്ട് തന്നെ ഇതൊരു ഫയർ ആൻഡ് സേഫ്റ്റി എന്നുള്ള സംഭവത്തിലുള്ള സാധനമാണ്. ഫയർ സേഫ്റ്റിയുടെ ചെറിയൊരു സിലിണ്ടർ പോലത്തെ. ഇത് പ്ലാസ്റ്റിക്കാണ് ശരിക്കും പറഞ്ഞാൽ. പ്ലാസ്റ്റിക്കാന്ന് തോന്നുന്നു, അതേ മെറ്റലാണ്. പ്ലാസ്റ്റിക് തന്നെ പക്ഷെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ വെറുതെ ഞെക്കിയാലും ഞെങ്ങൊന്നുമില്ല. പിന്നെ ഇതൊരു ഇരുമ്പ് മെറ്റലാണ്. അപ്പോൾ അങ്ങനെ കാര്യം. പിന്നെ നമ്മൾ മാക്സിന് വേണ്ടിയിട്ട് ഗിയർ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ കണ്ടവർക്കറിയാം, മാക്സിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗിയർ കംപ്ലൈൻ്റ് ആയി. പുതിയ വണ്ടി മേടിച്ചിട്ട് ഗിയർ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അതിന് മെറ്റൽ ഗിയർ എടുത്താണ്. അതിന് പ്ലാസ്റ്റിക് വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് മെറ്റൽ ഗിയർ എടുത്താണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സെർവോ ആമാണ്. ഡിഫൻഡറിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വരുന്ന ആമാണ്. ഈ വണ്ടിയുടെ ഇവിടെ വരുന്ന ആമാണ്. സെർവോ തിരിയാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിയറിങ് ലോഡ് എടുക്കാനുള്ള ആമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പിന്നെ മെയിൻ പ്രധാനപ്പെട്ട കാര്യം ഇത് റിംസാണ്. ഡിഫൻഡറിന് വേണ്ടി എടുത്തേക്കുന്ന റിംസാണ്. YR റേസിങ്ങിൻ്റെ റിമ്മാണ് എടുത്തേക്കുന്നത്. നല്ല ലുക്കുള്ള ഒരു റിമ്മാണ് കേട്ടോ. അലോയ് പോലെ ഇരിക്കും. റിംസാണ്, വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റുള്ള റിമ്മാണ്. ഓക്കെ, ഇത് നമ്മുടെ മാക്സിന് വേണ്ടിയിട്ട് ബാക്കിലുള്ള ബോഡി ഗാർഡാണ്. അതുകൊണ്ട് തന്നെ മാക്സിൻ്റെ തന്നെ മുകളിലുള്ള ബോഡി ഗാർഡ്. പിന്നെ ഒരു പിന്നെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ HP ഡ്രിഫ്റ്റ് കാർ ഉണ്ട്, അതിൻ്റെ റാഡാണ്. സ്റ്റിയറിംഗ് റാഡും കാര്യങ്ങളും ആമും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. പിന്നെ ഉള്ളത് ബോഡി പിന്ന്, അത്രേ ഉള്ളൂ. അത്രയും കാര്യങ്ങളൊക്കെ വന്നേക്കണത്. ഇത്രയും കാര്യങ്ങൾക്ക് ഏകദേശം വില വന്നേക്കുന്നത് ഏകദേശം $130 എന്തോ ആണ്. അപ്പോൾ ഏകദേശം ഇവിടുത്തെ 15,000 രൂപ മേളിലായി. 15,000 രൂപ അല്ല, 130-150 അതായത് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ എന്തോ 16,000 രൂപ ആയിട്ടുണ്ട്. 16,000 17,000 അത്ര ആയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. ഇത് മൊത്തം മോഡിഫിക്കേഷന് വേണ്ടിയിട്ടും പിന്നെ അപ്ഗ്രേഡേഷന് വേണ്ടി മാത്രമാണ് എടുത്തേക്കുന്നത്. ആകെ ഒരു ഗിയർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ എടുത്തുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തുന്നത് അതിനാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. പിന്നെ ഡെയിലി അപ്ഡേറ്റ്സ് നമ്മുടെ Instagram ID-യിലുണ്ട്. എപ്പോഴും ചെന്ന് കയറി നോക്കുക. ഇസ്ലുവാക്സ്, അതുകൊണ്ട് തന്നെ ടോയ് ഗ്രേഡിൻ്റെ ശൈലി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് നോക്കുക. അപ്പോൾ അതിൽ നമ്മൾ വണ്ടി സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കിട്ടുന്ന വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. ഓക്കെ, ബൈ.